Hi friends, welcome back to my channel. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ അവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത് സെലീനിയത്തിൽ ചോദിക്കാവുന്ന കുറച്ച് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 30 ക്വസ്റ്റ്യൻസ് ആണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിന്റെ ഇന്റർവ്യൂവിനെ പോകുന്നെങ്കിൽ സെലീനിയത്തിൽ നിന്ന് മാത്രമായിട്ടല്ല ക്വസ്റ്റ്യൻസ് വരിക. മാനുവൽ ടെസ്റ്റിംഗ് വരും, സെലീനിയം വരും, പിന്നെ ഡാറ്റാബേസ് ലൈക്ക് SQL അതിൽ നിന്ന് വരാം, പിന്നെ ഓഫ് കോഴ്സ് ജാവ ഓർ പൈത്തൺ നിങ്ങൾ ഏതിലാണോ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത് അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് സെലീനിയത്തെ കുറിച്ച് മാത്രമാണ്. മാനുവൽ ടെസ്റ്റിങ്ങിന്റെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു 2 years ബാക്ക് ആണെന്ന് തോന്നുന്നു നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് എൻ്റെ വീഡിയോസ്. അത്യാവശ്യം റീച്ച് കിട്ടിയൊരു വീഡിയോ ആയിരുന്നു. രണ്ട് പാർട്സ് ആയിട്ടാണ് തോന്നുന്നു, ചെക്ക് ചെയ്തേക്കെ, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ ഒരു 2.5 years അല്ലെങ്കിൽ 3 years എബോവ് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് കൂടുതൽ ഹെൽപ്ഫുൾ ആകുക. ഫ്രഷേഴ്സിന് നമുക്ക് ഉള്ള ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് നമ്മൾ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതൊരു 3 years പ്ലസ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എക്സ്പെക്ട് ചെയ്യാൻ ചില ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാം. അതിന് വേണ്ടി കാര്യം പറയട്ടെ, വീഡിയോസ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. So let's see the first question. Which test cannot be automated? നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റാത്ത ടെസ്റ്റ് കേസ് ഏത് ടൈപ്സ് ആണെന്നാണ് പറയേണ്ടത്. സോ നമുക്ക് ആൻസർ ഇങ്ങനെ പറയാൻ വേണമെങ്കിൽ ടെസ്റ്റ് ദാറ്റ് ആർ ന്യൂലി ഡിസൈൻ ആൻഡ് നോട്ട് എക്സിക്യൂട്ടഡ് മാനുവലി അറ്റ്ലീസ്റ്റ് വൺസ് ആൻഡ് ടെസ്റ്റ് ദാറ്റ് റിക്വയർ കോൺസ്റ്റന്റ് ഹ്യൂമൻ ഒബ്സർവേഷൻ cannot be automated. അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് ആഡ് ചെയ്യുന്ന 3 പോയിന്റ്സ്. ഒന്നെന്ന് വെച്ചാൽ ന്യൂലി ഡിസൈൻ ആയിട്ട് ചെയ്തേക്കുന്ന ടെസ്റ്റ് കേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഒരു ഓട്ടോമേഷൻ ചെയ്തില്ല. രണ്ടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ടെസ്റ്റ് കേസ് അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും മാനുവലായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയിരിക്കണം. പിന്നെ അങ്ങനെയല്ല എന്നിട്ട് നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റത്തില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഒബ്സർവേഷൻ ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ ഓട്ടോമേഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും അത് നമ്മൾ ഹ്യൂമൻ ഒബ്സർവേഷൻ പോസിബിൾ അല്ലല്ലോ. സോ അങ്ങനെ ടെസ്റ്റ് കേസ് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ നമുക്ക് ഈ 3 പോയിന്റ്സ് പറയാം. ഇപ്പം നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതുകൂടെ ആഡ് ചെയ്യാവുന്നതാണ്. Next question, what is the Selenium framework and describe the types? So എന്താണ് Selenium framework? Selenium automation framework is a structured approach to coding that enhances code maintenance by organizing the code and data separately. നമ്മുടെ കോഡും ആ ഡാറ്റയും തമ്മിൽ ആ ഒരു സെപ്പറേഷൻ ഉണ്ടാക്കി ഡിഫറെൻറ്റ് ഫോൾഡർ സ്ട്രക്ചേഴ്സ് കൊടുത്ത് ചെയ്യാനുള്ള ആ ഒരു മെക്കാനിസമാണ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. സോ അതുവഴി നമുക്ക് കുറച്ചും കൂടെ കോഡ് മെയിൻ്റനൻസ് റീയൂസബിലിറ്റി ഒക്കെ ഈസിയർ ആയിരിക്കും. പിന്നെ പറയാൻ ടൈപ്സ് ഓഫ് ഫ്രെയിംവർക്ക് ആണ്. ഇനിയിപ്പോൾ ഇൻകേസ് നമ്മളോട് ഇൻ്റർവ്യൂവർ ജസ്റ്റ് വാട്ട് ഇസ് സെലീനിയം ഫ്രെയിംവർക്ക് എന്ന് മാത്രം ചോദിച്ചുള്ളെങ്കിൽ കൂടെ നിങ്ങൾ ഈ പോയിന്റ്സ് ആഡ് ചെയ്യണം. അതായത് എന്താണ് ടൈപ്സ് ഓഫ് ഫ്രെയിംവർക്ക് എന്നൂടെ. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രെയിംവർക്ക്സ്. അതിൽ മെയിനായിട്ട് 3 പറയേണ്ടത്. ഒന്ന് ഡാറ്റ ഡ്രിവൺ ഫ്രെയിംവർക്ക്, സെക്കൻഡ് കീവേഡ് ഡ്രിവൺ ഫ്രെയിംവർക്ക് ആൻഡ് തേർഡ് ഇസ് ഹൈബ്രിഡ് ഡ്രിവൺ ഫ്രെയിംവർക്ക്. പിന്നെ 3 എല്ലാം ചെറിയൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷനോട് പറയുക. സോ ഡാറ്റ ഡ്രിവൺ ഫ്രെയിംവർക്ക് എന്താണ്? സോ അവിടെ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു എക്സ്റ്റേണൽ ഫയൽ, ദാറ്റ് മീൻസ് ഒരു എക്സൽ ഷീറ്റിൽ നിന്ന് ഡാറ്റാ സെറ്റിനെ ആക്സസ് ചെയ്യുന്നു. അത് യൂസ് ചെയ്തിട്ടാണ് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിപ്പം ഒത്തിരി ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ടെസ്റ്റ് കേസ് ഒക്കെ ഫ്രെയിംവർക്ക് ആണെങ്കിൽ നമ്മുടെ ഡാറ്റ ഡ്രിവൺ ഫ്രെയിംവർക്ക് ആയിരിക്കും എപ്പോഴും പ്രിഫർ ചെയ്യുക. സെക്കൻഡ് ടൈപ്പാണ് കീവേഡ് ഡ്രിവൺ ഫ്രെയിംവർക്ക്. അതായത് പേര് പോലെ തന്നെ, അതായത് ഒരു കീവേഡ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ഫങ്ഷണാലിറ്റി വരിക. അത് പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള കീവേഡ്സിനെ എടുക്കുന്നു, ദെൻ ആ റിലവൻറ്റ് ഔട്ട്പുട്ടിനെ ത്രോ ചെയ്യുന്നു. ഓക്കെ, അതാണ് കീവേഡ് ഡ്രിവൺ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. പിന്നെ ഹൈബ്രിഡ് ഡ്രിവൺ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഡാറ്റ ഡ്രിവൺ പ്ലസ് കീവേഡ് ഡ്രിവൺ ഫ്രെയിംവർക്കിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഹൈബ്രിഡ് ഡ്രിവൺ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹൗ വുഡ് യു സെലക്ട് ആൻ ഓട്ടോമേഷൻ ടൂൾ? സോ നമുക്ക് ഓട്ടോമേഷൻ ടൂൾ എന്തൊക്കെ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യാവുന്നതാണ്. സോ ഡിഫറെൻറ്റ് ക്രൈറ്റീരിയസ് ഉണ്ട്. സോ നമുക്ക് മെൻഷൻ ചെയ്യുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. ഒന്ന് പ്രൊജക്ട് റിക്വയർമെൻറ്റ്സ്. നമ്മുടെ റിക്വയർമെൻറ്റ് തന്നെ അതനുസരിച്ച് വേണം ഓട്ടോമേഷൻ ടൂൾസ് ചൂസ് ചെയ്യാനായിട്ട്. അല്ലാണ്ട് മറ്റൊരു പ്രൊജക്റ്റ് നമ്മൾ ഇതാണ് യൂസ് ചെയ്യുക, സോ നമ്മൾ ഈ പ്രൊജക്റ്റിലും അതിനാണ് യൂസ് ചെയ്യുക എന്നൊന്നും പറയാൻ പറ്റത്തില്ല. സോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രൊജക്ട് റിക്വയർമെൻറ്റ്സ്. പിന്നെ ലിസ്റ്റ് ഓഫ് ടൂൾസ് മാച്ച് ദീസ് റിക്വയർമെൻറ്റ്സ് നോക്കണം. പിന്നെ ബഡ്ജറ്റ് നോക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിന് ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള, അതായത് ലൈസൻസ് ഒക്കെ ബൈ ചെയ്യാൻ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ടൂൾ ആണെങ്കിൽ നമുക്ക് അത്രയും ബഡ്ജറ്റ് നമ്മുടെ പ്രൊജക്റ്റിന് അവർ അലോക്കേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക്
അങ്ങനെ ഒരു ടൂൾ എടുക്കാൻ പറ്റത്തില്ല. സോ ബഡ്ജറ്റ് ഈസ് an important criteria. Okay, then അടുത്ത സെലക്ട് ദ ടൂൾ ബേസ്ഡ് ഓൺ ദ കമ്പാരിസൺ ദാറ്റ് ബെനിഫിറ്റ്സ് യുവർ ഓർഗനൈസേഷൻ ഇൻ എവരി ആസ്പെക്ട്. നമ്മൾ മറ്റൊരു പോയിന്റാണ്, നമ്മുടെ ആ ഒരു ടൂൾ ചൂസ് ചെയ്യുന്ന വഴി നമ്മുടെ ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന ബെനിഫിറ്റ് നോക്കണം. ഇപ്പം നമ്മുടെ ഒരു ചെറിയൊരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ വലിയ ഈ ഒരു എന്താ പറയുക വലിയൊരു ആവശ്യം വരാത്ത ഒരു രീതിയിലുള്ളൊരു ഇതാണെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ടൂൾ യൂസ് ചെയ്യത്തില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫ്യൂച്ചറിലാണെങ്കിലും ആ ടൂൾ കൊണ്ട് വലിയ ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടാവുന്നില്ല. നമ്മൾ ജസ്റ്റ് ഈ ഒരു പ്രൊജക്റ്റിൽ ഇത് ഈ ടൂൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഒരു എന്താ പറയുക ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളെങ്കിലും നമുക്ക് ഈ ടൂൾ ഓപ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇപ്പം നമുക്കൊരു വലിയൊരു പ്രൊജക്റ്റാണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സോ ഇതിലാണ്ട് പറ്റത്തില്ല, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം നമ്മൾ ടൂൾ യൂസ് ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ഒരിക്കലും ടൂൾസ് ചൂസ് ചെയ്യാണ്ട് പാടില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ ഐ ഹാൻഡിൽ ഫ്രെയിംസ് ഇൻ സെലേനിയം വെബ് ഡ്രൈവർ? സോ നമ്മളവിടെ പറയേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഫ്രെയിംസ്. ഫ്രെയിംസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സ്റ്റിച്ച് ടു എന്നുള്ള മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ചെറിയൊരു കോഡ് പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമ്മൾ ആദ്യം വെബ് എലമെൻറ്റിനെ സെലക്ട് ചെയ്യുക യൂസിങ് നമ്മൾ ഫൈൻഡ് എലമെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് വെബ് എലമെൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ദെൻ നമ്മൾ ആ ഫ്രെയിമിലോട്ട് സ്വിച്ച് ചെയ്യുകയാണ്. ഫ്രെയിമിലോട്ട് സ്വിച്ച് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സ്വിച്ച് ടു എന്നുള്ള മെത്തേഡ്. ദെൻ നമ്മൾ ഡോട്ട് ഫ്രെയിം, ദെൻ ആ പർട്ടിക്കുലർ ഫ്രെയിമിൻ്റെ ലൊക്കേറ്റർ സ്പെസിഫൈ ചെയ്യുന്നു. അങ്ങനെയാണ് ഫ്രെയിമിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ റോൾ ഓഫ് ടെസ്റ്റ് എൻജി ഇൻ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ്? ടെസ്റ്റ് എൻജിയുടെ ഇമ്പോർട്ടൻസ് ആണ് ചോദിക്കുന്നത്. സോ ടെസ്റ്റ് എൻജി എന്ന് പറഞ്ഞാൽ അല്ലാതെ പറയില്ല, നമുക്കൊരു ഓട്ടോമേഷൻ ഫ്രെയിംവർക്ക് യൂസ് ചെയ്യുന്ന ഒരു ഓട്ടോമേഷൻ ഫ്രെയിംവർക്ക് ടൂളാണ്. സോ അതുവഴി നമുക്ക് ഒരു ബെറ്റർ സ്ട്രക്ചർ ആൻഡ് ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ടെസ്റ്റ് കേസസിന്. അതുപോലെ പാരലൽ എക്സിക്യൂഷൻ പറ്റും, ക്രോസ് ബ്രൗസർ ടെസ്റ്റിംഗ് പറ്റും. അതുപോലെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ടെസ്റ്റ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നു. നമുക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാണ്ട് തന്നെ ടെസ്റ്റ് എൻജി തന്നെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡാറ്റ ഡ്രിവൺ ടെസ്റ്റിങ്ങിന് ഒരുപാട് ഹെൽപ്ഫുൾ ആണ് ടെസ്റ്റ് എൻജി. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ പോം. പോം പറയുന്നത് POM stands for Page Object Model. It's a design pattern in Selenium that creates an object repository for storing all web elements. It helps reduce code duplication and improves test case maintenance. In a POM or Page Object Model, consider each web page of an application as a class file. Each class file will contain only corresponding web page elements. Using these elements, testers can perform operations on the website under test. ഇതൊരു പ്രോപ്പറായിട്ട് ആൻസർ ആണ്, ഇങ്ങനെ പറയാൻ പറ്റും പോം. അപ്പം ഞാൻ അത് നമ്മൾ പറയേണ്ട 3 പോയിന്റ്സ് ബുള്ളറ്റ് പോയിന്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതിന് ഡിസ്ക്രൈബ് ചെയ്തൊന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ 3 പോയിന്റ്സ് പറയാനായിട്ട് പറ്റും. അതായത് പോം എന്ന് പറഞ്ഞാൽ ഒരു ഡിസൈൻ പാറ്റേൺ ആണ്. അതിൽ ഒരു ഒബ്ജക്റ്റ് റിപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ എന്താ ഇതുവഴി നമുക്ക് കോഡ് ഡ്യൂപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും, ടെസ്റ്റ് കേസ് മെയിൻ്റനൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ വെബ് പേജിന് ഫോർ എക്സാമ്പിൾ ലോഗിൻ, നമുക്കൊരു എക്സാമ്പിൾ പറയാൻ പറ്റും. നമ്മൾ എന്ത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് ആ ഒരു ഇൻ്റർവ്യൂവറിനെ ഒന്ന് ഇംപ്രസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം നമുക്ക് അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് അറിയാവുന്നവർക്ക് മാത്രമേ ഒരു എക്സാമ്പിൾ വെച്ച് പറയാനായിട്ട് പറ്റത്തുള്ളൂ. സോ നമ്മൾ അവരെ കൺവിൻസ് ചെയ്യാണ് ഐ ആം ഗുഡ് ഇൻ ദാറ്റ് ടോപ്പിക്ക് നമ്മൾ നമ്മൾ ഡയറക്റ്റ് പറയാൻ തന്നെ പറയുന്ന ഒരു രീതിയാണ് നമ്മൾ എക്സാമ്പിൾ വെച്ച് പറയാന്നുള്ളത്. സോ എക്സാമ്പിൾ ഉപയോഗിക്കണം വളരെ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾ പറയാൻ പറ്റും, ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ലോഗിൻ പേജ് ഉണ്ട്, രജിസ്ട്രേഷൻ പേജ് ഉണ്ട്, ഡാഷ്ബോർഡ് ഉണ്ട്, പിന്നെന്താ പേയ്മെൻറ്റ് പേജ് ഉണ്ട്. സോ ഈ ഓരോ വെബ് പേജിൽ നമ്മൾ ഡിഫറെൻറ്റ് ക്ലാസ് ഫയൽസ് ക്രിയേറ്റ് ചെയ്യണം. ഒപ്പം തന്നെ അതിൻ്റെ ടെസ്റ്റ് ക്ലാസ്സസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അതാണ് പേജ് ഒബ്ജക്റ്റ് മോഡലിൻ്റെ ഒരു ലോജിക് എന്ന് അല്ലെങ്കിൽ മെക്കാനിസം എന്ന് പറയുന്നത്. സോ അതാണ് പോം. Next question, how to handle Ajax calls in Selenium WebDriver. So Ajax calls എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞ മുന്നേ ആയിട്ട് വാട്ട് ഇസ് Ajax എന്ന് പറയുക. Ajax stands for Asynchronous JavaScript and XML. അതുവഴി it allows the web page to retrieve small amounts of data from the server without reloading the entire page. അത് കംപ്ലീറ്റ് ആ പേജ് ലോഡ് ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് ആവശ്യമുള്ള ചെറിയ പോർഷൻ ഓഫ് ഡാറ്റ മാത്രം ആ വെബ് പേജ് ലോഡ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് അജാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അജാക്സ് ഹാൻഡ്ലിങ് വരുമ്പോഴത്തേക്കും അതിലെ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്, ബിഗ്ഗസ്റ്റ് ചാലഞ്ച് ഇൻ ഹാൻഡ്ലിങ് അജാക്സ് കോൾ എന്ന് പറഞ്ഞാൽ ലോഡിംഗ് ടൈം ഫോർ ദ വെബ് പേജ് ആണ്. സോ ലോഡിംഗ് ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത്ര സമയം വേണം, ഇതിൽ ഇത്ര സെക്കൻഡ്സ് വേണോ നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മളോട് എന്ത് ചെയ്യണം, വെയിറ്റ്സ് യൂസ് ചെയ്യേണ്ടി വരും. നമുക്കറിയാം സെലിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെയിറ്റ്സ് ഉണ്ട്, ലൈക്ക് എന്താ ഇംപ്ലിസിറ്റ് വെയിറ്റ്, എക്സ്പ്ലിസിറ്റ് വെയിറ്റ്, ഫ്ലൂവൻറ്റ് വെയിറ്റ്, പിന്നെ ത്രെഡ് ഡോട്ട് സ്ലീപ്പ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയാണ് വെയിറ്റ്സ് വരും. അപ്പോൾ അതിനെക്കുറിച്ച് പറയണം. സോ എന്താണ് ത്രെഡ് ഡോട്ട് സ്ലീപ്പ് എന്ന് പറയാം. ത്രെഡ് ഡോട്ട് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒരു പർട്ടിക്കുലർ ഒരു പീരീഡ് ഓഫ് ടൈം കൊടുക്കുന്നു, ഡ്യൂറേഷൻ ഓഫ് ടൈം കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ത്രെഡ് ഡോട്ട് സ്ലീപ്പ് ഒരു 2000 കൊടുക്കുന്നു, അപ്പം അല്ലെങ്കിൽ 1000 കൊടുക്കുന്നു, അങ്ങനെയൊക്കെ. അപ്പം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്താ,
നമുക്കൊരിക്കലും അറിയാൻ പറ്റില്ല എത്ര സെക്കൻഡ്സിനുള്ളിൽ പേജ് ലോഡ് ആകുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരു 20 സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു പക്ഷേ ആ സമയത്ത് ലോഡ് ആവണമെന്നില്ല, അല്ലെങ്കിൽ 20 സെക്കൻഡിനുള്ളിൽ തന്നെ ഒരു 1 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ലോഡ് ആയെന്നും വരാം. അപ്പോൾ അതൊരു നല്ലൊരു വൈസ് ചോയ്സ് അല്ല ഈ ത്രെഡ് ഡോട്ട് സ്ലീപ്പ് യൂസ് ചെയ്യുക. മാത്രമല്ല അത് കറണ്ട് ത്രെഡിനെ സസ്പെൻഡ് ചെയ്യുകയാണ് കുറച്ച് നേരത്തേക്കായിട്ട്. സോ ത്രെഡ് ഡോട്ട് സ്ലീപ്പ് നമ്മൾ അധികം അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല. അതായത് ഒരു എന്താ പറയുക, ഒരു ഇറ്റ്സ് നോട്ട് ഗുഡ് പ്രാക്ടീസ് എന്നാണ് പറയുന്നത് ത്രെഡ് ഡോട്ട് സ്ലീപ്പ് യൂസ് ചെയ്യുന്നതിന്. പക്ഷേ നമ്മളെല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ് ത്രെഡ് ഡോട്ട് സ്ലീപ്പ്. ഓക്കെ, രണ്ടാമത്തേതാണ് ഇംപ്ലിസിറ്റ് വെയിറ്റ്. അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പീരീഡ് ഓഫ് വെയിറ്റ് കൊടുക്കുകയാണ് വെയിറ്റ് ചെയ്യാനായിട്ട്. ആ ടൈമിൽ ലോഡ് ആവുകയാണെങ്കിൽ ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ അതും ഒരു വൈസ് ചോയ്സ് അല്ല. അടുത്ത എക്സ്പ്ലിസിറ്റ് വെയിറ്റ് ആണ്. അതിലൊക്കെ ഒരു വൈസ് ചോയ്സ് ആണ്. കാരണം എന്താ, അവിടെ നമ്മൾ ചില പർട്ടിക്കുലർ കണ്ടീഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു എലമെന്റ് കൊടുത്തിട്ട് ആ എലമെന്റ് ലോഡ് ആവുന്നതിന് വരെ വെയിറ്റ് ചെയ്യുക, നമുക്കതിന് കണ്ടീഷൻ കൊടുക്കാനായിട്ട് പറ്റും. സോ അതാണ് എക്സ്പ്ലിസിറ്റ് വെയിറ്റ് എന്ന് പറയുക. അടുത്ത വെയിറ്റ് ആണ് ഫ്ലൂവൻ വെയിറ്റ്. ഫ്ലൂവൻ വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എക്സ്പ്ലിസിറ്റ് വെയിറ്റിന്റെ ഒരു എക്സ്റ്റൻഡ് വേർഷൻ ആണെന്ന് പറയാൻ പറ്റും. അവിടെ എന്താ പ്രത്യേകത, അവിടെ നമുക്ക് ഒരു പോളിംഗ് ഇന്റർവെല്ലൂടെ കൊടുക്കാനായിട്ട് പറ്റും. സോ ഇങ്ങനെ നമ്മൾ അജാക്സ് കോൾസ് ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുമ്പോൾ എന്താ പ്രത്യേകത, നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെയിറ്റ്സും കൂടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സ്പാത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പാത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും അതിൽ നിന്നൊക്കെ എങ്ങനത്തെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് വെള്ളം വരും. സോ എക്സ്പാത്തിന് നമ്മൾ എന്താ പറയുക, തറവായിട്ട് തന്നെ അരച്ച് കലക്കി കുടിച്ചിട്ട് വേണം പോകാനായിട്ട് എക്സ്പാത്ത്. കാരണം അത്യാവശ്യം ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു 3+ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ആളെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് എക്സ്പാത്തിൻ്റെ എന്താ പറയുക ട്രിക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ഇഷ്ടംപോലെ വരും. അതായത് ഒരു എലമെന്റ് കാണിച്ചിട്ട് അതിൽ നിന്ന് എങ്ങനെ എക്സ്പാത്ത് എടുക്കാൻ പറ്റും, അതിൻ്റെ ആൻസിസ്റ്റർ അങ്ങനെ എടുക്കാൻ പറ്റും, പേരന്റ് എലമെന്റ് എടുക്കാൻ പറ്റും, ചൈൽഡിനെ എങ്ങനെ എടുക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യും. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഒരു 2-3 കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. അതിലൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ മെനി ടൈപ്സ് ഓഫ് നോട്ട്സ് ആർ ഇൻ എക്സ്പാത്ത്. സോ ദർ ആർ 7 ടൈപ്സ് ആണ് വരുന്നത്. അതെന്ന് പറയാം, എലമെന്റ്, ആട്രിബ്യൂട്ട്, ടെക്സ്റ്റ്, നെയിം സ്പേസ്, പ്രോസസിംഗ്, ഇൻസ്ട്രക്ഷൻ, കമന്റ്, ഡോക്യുമെന്റ്, നോട്ട്സ്. ഇത്രയാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഡിഫറെന്റ് എക്സ്പാത്ത് ആക്സസ്. ആൻസിസ്റ്റർ ഓർ സെൽഫ്, ആട്രിബ്യൂട്ട്, ചൈൽഡ്, ഡിസെൻഡന്റ്, നെയിം സ്പേസ്, പ്രൊസീഡിംഗ്. ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്പാത്ത് ആക്സസ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഇസ് ഡൈനാമിക് ടെക്സ്റ്റ് ഹാൻഡിൽ ഇൻ എക്സ്പാത്ത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ബട്ടൺ ഉണ്ട്, ആ ബട്ടൻ്റെ നെയിം അല്ലെങ്കിൽ ബട്ടൻ്റെ ടെക്സ്റ്റ്, അത് ഡിസ്പ്ലേ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബ്ലൂബെറി ആകാം, ചിലപ്പോൾ അത് സ്ട്രോബെറി ആകാം, ചിലപ്പോൾ അത് ബ്ലാക്ക് ബെറി ആകാം. സോ എനിവേ ആ ബെറി എന്നുള്ള ആ ഒരു പോർഷൻ അവിടെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഫ്രണ്ടിലുള്ള പോർഷൻ ലൈക്ക് ബ്ലൂ, സ്ട്രോ, അങ്ങനെയുള്ള സ്ട്രിങ്സ് മാത്രം എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. സോ ഇതിന് നമ്മൾ ഡൈനാമിക് ടെക്സ്റ്റ് എന്ന് പറയാം. സോ എങ്ങനെ നമുക്ക് എക്സ്പാത്ത് യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ഡൈനാമിക് ടെക്സ്റ്റിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പം അതങ്ങനെ ചെയ്യാൻ പറ്റും, നമുക്ക് അതിനായിട്ട് കണ്ടെയ്ൻസ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. സോ ഇങ്ങനെ കൊടുക്കുക, ഞാൻ സിൻടാക്സ് കൊടുത്തിട്ടുണ്ട്, ആ സിൻടാക്സ് എഴുതി കാണിക്കാൻ തന്നെ വേണം നിങ്ങളിങ്ങനെ എക്സ്പാത്ത് എഴുതുന്നത്. /ബട്ടൺ കണ്ടെയ്ൻസ്, അതെന്താ കണ്ടെയ്ൻസ്, അതെന്താ ആ ഒരു ടെക്സ്റ്റ് എന്നുള്ള മെത്തേഡ് എന്താണ്, അതിൻ്റെ കോമൺ ആയിട്ട് വരുന്ന ടെക്സ്റ്റ് എന്താ, ബെറി എന്നാണ്. സോ ബെറി എന്നുള്ള സിംഗിൾ കോട്ട്സിൽ കൊടുക്കുന്നു. ഇതാണ് അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ എക്സ്പാത്ത് ഫോർ ബട്ടൺ. അപ്പം നമുക്ക് ബട്ടനെ ഒരു HTML പേജിൽ ജനറേറ്റ് ചെയ്യുന്നത് നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന് നമുക്ക് ഇൻപുട്ട് ടാഗ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും, ഒന്ന് ബട്ടൺ ടാഗ് യൂസ് ചെയ്തുകൊണ്ട് പറ്റും. ഇപ്പോൾ ഇൻപുട്ട് ടാഗ് വെച്ചുകൊണ്ടുള്ള ഒരു HTML പേജ് ആണെങ്കിൽ അതിൻ്റെ എക്സ്പാത്ത് എടുക്കുന്ന സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഇൻപുട്ട് ടാഗ് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ HTML കോഡ് വരുന്നത്. ഇൻപുട്ട് ടൈപ്പ് ബട്ടൺ, ദെൻ വാല്യൂ ഈക്വൽ സംതിങ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സ്പാത്ത് തന്നെ എഴുതുക, /input എന്ന് കൊടുക്കുന്നു ഇൻപുട്ട് ടാഗ്, ദെൻ ആ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് @ടൈപ്പ്, കാരണം ടൈപ്പ് ആണല്ലോ ഇതിൻ്റെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്, അതെന്താ ബട്ടൺ, അത് കൊടുക്കുന്നു. അത്രയുള്ള എൻ്റെ എക്സ്പാത്ത്. ഇനി ഇപ്പോൾ ബട്ടൺ ടാഗ് ആ വന്നേക്കുന്നത്. ഇപ്പോൾ HTML കോഡ് എടുക്കുമ്പോൾ ഇത് ഇങ്ങനെയാണെന്ന് വെച്ചാൽ ബട്ടൺ ടാഗിനുള്ളിലാണ് ഒരു ബട്ടൺ ജനറേറ്റ് ചെയ്തേക്കുന്നതെങ്കിൽ ചുമ്മാ ഒന്നുമില്ല, ജസ്റ്റ് /ബട്ടൺ എന്ന് കൊടുത്താൽ മതി, അതിൻ്റെ എക്സ്പാത്ത് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദി റിസൾട്ട് ഓഫ്, ഇതിൻ്റെ ഒരു റിസൾട്ട് എന്താണെന്ന് ചോദിച്ചേക്കുന്നത്, എന്തായിരിക്കും എന്ന്. അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ, സെലക്ഷൻ ഓഫ് ഓൾ ദി ടൈറ്റിൽ എലമെന്റ്സ് ഹാവിങ് എ ലാങ് ആട്രിബ്യൂട്ട് വിത്ത് ദ വാല്യൂ EN. സോ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ, ടൈറ്റിൽ എലമെന്റ്സ് നമുക്ക് ഇപ്പം ബട്ടണൊക്കെ പോലെ തന്നെ ടൈറ്റിൽ എന്ന് പറയുന്നത് അല്ലേ, ഒരു എലമെന്റ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ പേജിൻ്റെ വെബ് പേജിൻ്റെ ടൈറ്റിൽ വരുന്നത്. അതിനകത്ത് ലാങ് എന്നൊരു ആട്രിബ്യൂട്ട് ഉണ്ട്, അതിൻ്റെ വാല്യൂ എന്ത് EN, അങ്ങനെയുള്ള എലമെന്റ്സ് ആയിരിക്കും അത് സെലക്ട് ചെയ്യുന്നതാണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ യു ഹാൻഡിൽ വിൻഡോസ് ബേസ്ഡ് പോപ്പപ്സ് ഇൻ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ്. സോ അവിടെ പറയണം, നമ്മൾ അലർട്ട് ക്ലാസ് ആണ് യൂസ് ചെയ്യുക വിൻഡോസ് ബേസ്ഡ് പോപ്പപ്സിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. അവിടെ മെയിനായിട്ട് 2 മെത്തേഡ്സ് ആണ്, അക്സെപ്റ്റ് മെത്തേഡും ഡിസ്മിസ് മെത്തേഡും. അക്സെപ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നതിനായിട്ടാണ് ആ ഒരു പോപ്പപ്പിലെ OK ബട്ടൺ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡിസ്മിസ് എന്തിനു വേണ്ടിയിട്ട്, അത് ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ നോ എന്നുള്ള ആൻസർ കൊടുക്കാനായിട്ട് ഡിസ്മിസ് യൂസ് ചെയ്യുക.
പിന്നെ അവിടെ മറ്റൊരു മെത്തേഡാണ് ഗെറ്റ് വിൻഡോ ഹാൻഡിൽസ് എന്നൊരു മെത്തേഡ്. അത് ഗെറ്റ് വിൻഡോ ഹാൻഡിൽ അല്ലെങ്കിൽ ഹാൻഡിൽസ്, ഈ രണ്ട് മെത്തേഡ്സ് ഉണ്ട് അവിടെ. ഗെറ്റ് വിൻഡോ ഹാൻഡിലുണ്ട്, ഗെറ്റ് വിൻഡോ ഹാൻഡിൽസും ഉണ്ട്. സോ ഈ മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പോപ്പപ്സിൽ സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും. സ്വിച്ചിങ് ടു ന്യൂ ഹാൻഡിൽസ്, അതാണ് ഈ മെത്തേഡിൻ്റെ യൂസേജ്. സോ നമുക്ക് ഈ 3 മെത്തേഡ്സും, 3 അല്ല 4 മെത്തേഡ്സ് ഉണ്ടല്ലോ, 4 മെത്തേഡ്സിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുക, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡ്രൈവർ ഡോട്ട് ക്ലോസ് ആൻഡ് ഡ്രൈവർ ഡോട്ട് ക്വിറ്റ് മെത്തേഡ്? സോ ഇത് മിക്കവർക്കും അറിയേണ്ട ആൻസർ അല്ലേ. സോ ഡ്രൈവർ ഡോട്ട് ക്ലോസ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കറണ്ട് ബ്രൗസർ വിൻഡോ ക്ലോസ് ചെയ്യാനായിട്ടും ഡ്രൈവർ ഡോട്ട് ക്വിറ്റ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഏതൊക്കെ ബ്രൗസർ വിൻഡോസ് ഓപ്പൺ ആക്കിയിട്ടുണ്ടോ അതെല്ലാം അത് ക്ലോസ് ചെയ്യുകയും ചെയ്യും. അതാണ് തമ്മിലുള്ള ഡിഫറൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡിസൈഡ് ക്യാപ്പബിലിറ്റീസ് ഇൻ സെലീനിയം? അപ്പോൾ പറയുന്നത് ഡിസൈഡ് ക്യാപ്പബിലിറ്റീസ് ഈസ് എ ക്ലാസ് ഇൻ സെലീനിയം to set up the browser properties for automating the web application. അതായത് വെബ് ആപ്ലിക്കേഷൻ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ചെയ്യാനായിട്ട് ചില ബ്രൗസേഴ്സ് വേണമല്ലോ, ലൈക്ക് ക്രോം, എഡ്ജ്, അങ്ങനെയൊക്കെ. അതിന് ചില പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലീനിയം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് ഡിസൈഡ് ക്യാപ്പബിലിറ്റീസ് എന്ന് പറയുന്നത്. സോ ഡിസൈഡ് ക്യാപ്പബിലിറ്റീസിൽ നമ്മൾ അതിൻ്റെ വാല്യൂസ് കൊടുക്കുന്നത് ഒരു കീ വാല്യൂ പെയേഴ്സ് ആയിട്ടാണ്. അതൊരു JSON ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും അത് എൻകോഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് ജാവ കോഡ് വെച്ചിട്ടായിരിക്കും, പക്ഷെ അത് എൻകോഡ് ചെയ്യപ്പെടുന്നത് ഒരു JSON ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാനായിട്ട് പറ്റും. ഈ ഒരു എക്സാമ്പിൾ ഇവിടെ കണ്ടോ, നമ്മളത് വെബ് ഡ്രൈവറിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ വേണ്ട വേരിയബിൾസ് ഞാൻ ബേസ് URL, നോഡ് URL കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബേസ് URL ഞാൻ ഫേസ്ബുക്കിൻ്റെ ലിങ്കാണ് കൊടുത്തത്. നോഡ് URL എന്ന് പറഞ്ഞാൽ അതിൻ്റെ IP അഡ്രസ് സംഭവമൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ദെൻ നമ്മൾ ഡിസൈഡ് അതിൻ്റെ ഒബ്ജക്റ്റ്, നമ്മൾ മെയിൻ പോർഷൻ വരുന്നത് ഇവിടെയാണ്. അതായത് ഡിസൈഡ് ക്യാപ്പബിലിറ്റീസ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഡിസൈഡ് ക്യാപ്പബിലിറ്റീസ് ക്യാപ്പബിലിറ്റി എന്നുള്ള ഒബ്ജക്റ്റ് നെയിമാണ്. ദെൻ നമ്മൾ ക്രോമിലേക്കാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ആ ഒബ്ജക്റ്റ് നെയിം എന്താണ്? ക്യാപ്പബിലിറ്റി. സോ ക്യാപ്പബിലിറ്റി ഡോട്ട് ഡിസൈഡ് ക്യാപ്പബിലിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സെറ്റ് ബ്രൗസർ നെയിം. അപ്പോൾ എന്താണ് ബ്രൗസർ നെയിം? ക്രോം ആണ്. ഒരു പ്ലാറ്റ്ഫോം എന്താണ്? അതിൻ്റെ പ്ലാറ്റ്ഫോം നെയിം കൊടുക്കുന്നു. ഇതാണ് 2 മെത്തേഡ്സ്, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 2 മെത്തേഡ്സ് കൊടുത്തേക്കുന്നത് ഡിസൈഡ് ക്യാപ്പബിലിറ്റീസ്. സോ മെയിൻ ആയിട്ട് പറയേണ്ടതാണ് ഡിസൈഡ് ക്യാപ്പബിലിറ്റീസിൻ്റെ യൂസ് എന്താണെന്ന് പറയണം, അതൊരു ക്ലാസ് ആണെന്ന് പറയണം, അതിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ 2 സെറ്റ് ബ്രൗസർ നെയിം, സെറ്റ് പ്ലാറ്റ്ഫോം ഒക്കെ എന്ന് പറയുന്നത്. Then next question, explain the stale element reference exception. സോ എന്താണ് സ്റ്റൈൽ എലമെന്റ് റെഫറൻസ് എക്സെപ്ഷൻ വരുന്നത്? നമ്മൾ പലപ്പോഴും ഫേസ് ചെയ്യുന്ന എക്സെപ്ഷൻ. ഇത് വരുന്ന എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ എലമെന്റ്സിനെയൊക്കെ ലൊക്കേറ്റ് ചെയ്യുന്ന ടൈം, നമ്മൾ കോഡ് എഴുതി കൊടുക്കുന്ന സമയത്ത് ഒരു പക്ഷേ ആ എലമെന്റ് അവിടെ ലൊക്കേറ്റ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ അതവിടെ നമുക്ക് കിട്ടി അതിനെ പ്രോപ്പറായിട്ട്. പക്ഷെ പിന്നെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് കിട്ടത്തില്ല. അങ്ങനെ ആ സമയത്ത് വരുന്ന ഒരു എക്സെപ്ഷനാണ് സ്റ്റൈൽ എലമെന്റ് റെഫറൻസ് എക്സെപ്ഷൻ എന്ന് പറയുന്നത്. അതങ്ങനെ സംഭവിക്കാനുള്ള കുറച്ച് ചാൻസസ് എന്ന് പറഞ്ഞാൽ ചില റീസൺസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ആ പേജ് ഒന്ന് റീഫ്രഷ് ചെയ്യണം, അല്ലെങ്കിൽ ആ എലമെന്റ് അവിടെ നിന്ന് അവർ ടെമ്പററി ആയിട്ടുള്ള റിമൂവ് ആക്കി കാണും, അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ ചേഞ്ച് ആയി കാണും. ഇങ്ങനെ ഡിഫറെൻറ്റ് റീസൺസ് കൊണ്ട് ഈ ഒരു എക്സെപ്ഷൻ ഹാപ്പൻ ചെയ്യാം. സിംഗിൾ എക്സെപ്ഷൻ വന്നാൽ നമ്മൾക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് ഉണ്ട്. നമ്മളതിൽ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സൊല്യൂഷനാണ് ട്രൈ ക്യാച്ച് ബ്ലോക്ക് യൂസ് ചെയ്യുക. ഏറ്റവും സിമ്പിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ എന്താണ് ട്രൈ ക്യാച്ച്? നമ്മൾ ട്രൈക്കകത്ത് എക്സെപ്ഷന് കോസ് ആകപ്പെടുന്ന ആ ഒരു ലൈൻസ് ഓഫ് കോഡ് കൊടുക്കും. ദെൻ ക്യാച്ചിനകത്ത് അതിനെ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള കാര്യമാണ് കൊടുക്കുന്നത്, അല്ലേ? ദെൻ ഈ കോഡ് കൊടുത്തിട്ടുണ്ട്, സാമ്പിൾ കോഡ്. സോ കണ്ടോ, ട്രൈക്കകത്ത് നമ്മൾ ഒരു എലമെന്റിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. നമ്മളുടെ ID യൂസ് ചെയ്തുകൊണ്ട് ഒരു എലമെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. സോ എലമെന്റ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലാന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുന്നു. ഇൻ കേസ് ആ എലമെന്റ് കിട്ടിയിട്ടില്ല, ആ സ്റ്റൈലിന്റെ റെഫറൻസ് എക്സെപ്ഷൻ വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ക്യാച്ചിലോട്ടാണ് കൊടുക്കുന്നത്. സോ ക്യാച്ചിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ സ്റ്റൈൽ എലമെന്റ് റെഫറൻസ് എക്സെപ്ഷന്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ പേജിന് റീഫ്രഷ് ചെയ്ത് നോക്കിയാണ് ആ എലമെന്റിനെ കിട്ടാനായിട്ട്. വീണ്ടും നമ്മൾ ആ ഒരു എലമെന്റിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. ഇതാണ് ട്രൈ ക്യാച്ച് ബ്ലോക്ക് യൂസ് ചെയ്തുകൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി. സെക്കൻഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പ്ലിസിറ്റ് വെയിറ്റ്സ് യൂസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി കവർ ചെയ്തായിരുന്നു ഡിഫറെൻറ്റ് വെയിറ്റ്സ്. സോ എക്സ്പ്ലിസിറ്റ് വെയിറ്റ് എന്താണ്? നമുക്ക് അവിടെ ചില കണ്ടീഷൻസ് കൊടുത്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയുകയാണ് വെബ് ഡ്രൈവറിനോട്. അതാണ് എക്സ്പ്ലിസിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ കണ്ടോ, നമ്മൾ എലമെന്റിനെ ലൊക്കേറ്റ് ചെയ്യുന്നു, പിന്നെ നമ്മൾ ആ ഒരു എലമെന്റ് വിസിബിൾ ആവുന്നിടം വരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. സോ നമ്മൾ കണ്ടോ ഇവിടെ ഈ വെയിറ്റിനകത്ത് കൊടുത്ത കണ്ടീഷൻ എന്താണ്? എക്സ്പെക്റ്റഡ് കണ്ടീഷൻസ് ഡോട്ട് വിസിബിലിറ്റി ഓഫ് എലമെന്റ് ആണ്. അത് ആ എലമെന്റ് വിസിബിൾ ആവുന്നിടം വരെ വെയിറ്റ് ചെയ്യുക ആണ് കൊടുത്തേക്കുന്നത് കണ്ടീഷൻ. സോ അതാണ് സെക്കൻഡ് സൊല്യൂഷൻ, അതായത് എക്സ്പ്ലിസിറ്റ് വെയിറ്റ് ചെയ്യുക എന്നുള്ളത്. ദെൻ സൊല്യൂഷൻ 3 എന്താണ്? പോം യൂസ് ചെയ്യുക, അതായത് പേജ് ഒബ്ജക്ട് മോഡൽ എന്ന് പറയുന്നത്.
സോ പേജ് ഒബ്ജക്ട് മോഡൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ പേജ് ഫാക്ടറി എന്നൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട് അല്ലേ. നമ്മൾ ഫ്രെയിം വർക്ക് ഒക്കെ പഠിച്ചവർക്ക് അറിയാം അല്ലേ, പേജ് ഫാക്ടറി വരുന്നുണ്ട്. സോ എന്താണ് പേജ് ഫാക്ടറി എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ @find by എന്നൊരു അനോട്ടേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എലമെന്റ്സിനെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുക അല്ലേ. സോ ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു വെബ് എലമെന്റിന്റെ റെഫറൻസ് ആ ഒരു ആക്ഷൻ പെർഫോം ചെയ്തതിന് മുന്നേ ആയിട്ട് തന്നെ ആ ക്ലാസ് ലോഡ് ആകുമ്പോൾ തന്നെ ആ ഒരു എലമെന്റിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു പർട്ടിക്കുലർ ആ ഒരു ആക്ഷൻ സംഭവിക്കുന്ന സമയത്ത് മാത്രമായിട്ടല്ല അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു എറർ സംഭവിക്കുന്നില്ല, ആ ടൈം കിട്ടുന്നുണ്ട്. സോ അത് ആ ഒരു എലമെന്റിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ടൈം എടുത്ത് ചെയ്യുന്നുണ്ട് അല്ലേ. സോ അതുകൊണ്ടാണ് നമുക്ക് പേജ് ഒബ്ജക്ട് മോഡൽ യൂസ് ചെയ്താലും നമുക്ക് ഈ ഒരു എക്സെപ്ഷനെ നമുക്ക് സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞു. സോ ഇങ്ങനെയാണ് 3 ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ സ്റ്റൈൽ എലമെന്റ് റെഫറൻസ് എക്സെപ്ഷന് വേണ്ടിയിട്ട്. ക്വസ്റ്റ്യൻ, ഹൗ ടു ഹാൻഡിൽ ഡ്രോപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് ഡൗൺ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ്. സോ ഡ്രോപ്പ് ഡൗൺ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ സെലക്ട് ക്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്. ആ സെലക്ട് ക്ലാസ്സിൽ നമുക്ക് നമ്മൾ 3 മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് ഓപ്ഷൻസിനെ പിക്ക് ചെയ്യുന്നത്. സോ ഒരു മെത്തേഡാണ് സെലക്ട് ബൈ വാല്യൂ. അത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡ്രോപ്പ് ഡൗണിലെ വാല്യൂസ് ഉണ്ടല്ലോ, വാല്യൂസിനെ വെച്ചുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻഡെക്സ് ഉണ്ട്, അത് ഓരോ വാല്യൂസിനും ഒരു ഇൻഡെക്സ് 1, 2, 3 നമ്മൾ കൊടുത്തിരിക്കും. ആ ഇൻഡെക്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ട് ബൈ വിസിബിൾ ടെക്സ്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഫ്രൂട്ട്സിൻ്റെ ഇപ്പം ഓറഞ്ച്, ആപ്പിൾ, മാംഗോ എന്നാണെങ്കിൽ ഇപ്പം മാംഗോ എടുക്കണമെങ്കിൽ ആ മാംഗോ എന്നുള്ള വിസിബിൾ ടെക്സ്റ്റ് ആയിരിക്കുമല്ലോ. സോ അത് കൊടുത്തുകൊണ്ട് നമുക്ക് ആ ഓപ്ഷനെ പിക്ക് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ 3 മെത്തേഡ്സ് ആണ് സെലക്ട് ക്ലാസ്സിൽ നമ്മൾ യൂസ് ചെയ്യുക ഫോർ ഹാൻഡ്ലിംഗ് ഡ്രോപ്പ് ഡൗൺ. അടുത്ത ക്വസ്റ്റ്യൻ, ഹാഡ് അസേർട്ടും സോഫ്റ്റ് അസേർട്ടും നമ്മൾ ഡിഫറൻസ് ആണ്. സോ അസേർട്ട് എന്ന് യൂസ് ചെയ്യുക. അസേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കണ്ടീഷനും ആക്ച്വൽ കണ്ടീഷനും തമ്മിൽ മാച്ചിങ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അസേർട്ട്സ് യൂസ് ചെയ്യുക. ദർ ആർ 2 ടൈപ്സ് ഓഫ് അസേർട്ട്സ് ഇൻ സെലീനിയം, ഹാർഡ് അസേർട്ട് ആൻഡ് സോഫ്റ്റ് അസേർട്ട്. സോ എന്താണ് ഹാർഡ് അസേർട്ട്? ഹാർഡ് അസേർട്ട് എന്ന് പറഞ്ഞാൽ അതൊരു കണ്ടീഷൻ സെയിം തന്നെ, ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. ഇപ്പം അതുപോലെ മാച്ചിങ് ഉണ്ടെങ്കിൽ ആ അസേർട്ട് സ്റ്റേറ്റ്മെന്റ് പാസ്സാകും. ഇനി ഇൻ കേസ് അത് തമ്മിൽ ഡിഫറൻസ്, ഇപ്പോൾ എക്സ്പെക്റ്റഡ് റിസൾട്ടും ആക്ച്വൽ റിസൾട്ട് തമ്മിൽ മാച്ചിങ് ഇല്ല, മിസ് മാച്ചിങ് ആണെന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റ് അല്ലെങ്കിൽ ആ അസേർട്ട് ഫെയിൽ ആകുന്നുണ്ട്. ദെൻ അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ആ ടെസ്റ്റ് അവിടെ ഹാൾട്ട് ആകും. ആൻഡ് ദ ടെസ്റ്റ് ഈസ് ഹാൾട്ടഡ് ഇഫ് ദ അസേർട്ട് സ്റ്റേറ്റ്മെന്റ് ഫെയിൽസ്. ഓക്കെ, അസേർട്ട് സ്റ്റേറ്റ്മെന്റ് ഫെയിൽ ആയി കഴിഞ്ഞാൽ ആ ടെസ്റ്റ് അവിടെ ഹാൾട്ടായി നിൽക്കും. ദ റിമൈനിങ് ടെസ്റ്റ് ആർ സ്കിപ്ഡ് ആൻഡ് ദ ടെസ്റ്റ് ഈസ് മാർക്ക്ഡ് ആസ് ഫെയിൽഡ്. പിന്നെ താഴോട്ടുള്ള ബാക്കി ടെസ്റ്റ് ഒന്നും എക്സിക്യൂട്ട് ആവത്തില്ല, അല്ല സ്കിപ്പായി പോകും. ദെൻ ആ ഒരു ടെസ്റ്റിനെ അത് ഫെയിൽ ആയിട്ടായിരിക്കും മാർക്ക് ചെയ്യുന്നത്. അതാണ് ഹാർഡ് അസേർട്ട്. അതിന്റെ സിന്റാക്സ് കൊടുക്കുക. എന്താണ്? അസേർട്ട് ഡോട്ട് അസേർട്ട് ഈക്വൽസ്. അസേർട്ട് ഈക്വൽസ് എന്ന മെത്തേഡാണ്. നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡ്സ് കൊടുക്കാം. ഡിഫറെന്റ് മെത്തേഡ്സ്. അസേർട്ട് ഈക്വൽസ്, അസേർട്ട് നോട്ട് ഈക്വൽസ് പലതുണ്ടല്ലോ. ഒരു എക്സാമ്പിൾ നിങ്ങൾ കാണിക്കുക. അസേർട്ട് ഈക്വൽസ് റിസൾട്ട് എക്സ്പെക്ടഡ് റിസൾട്ടോ എക്സ്പെക്ടഡ് സ്ട്രിംഗ് എന്തെങ്കിലും കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഈ റിസൾട്ടും എക്സ്പെക്ടഡ് സ്ട്രിംഗും തമ്മിൽ മാച്ചിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അത് മാച്ചിങ് ഉണ്ട്, അത് പാസ് ആവുന്നുണ്ടെങ്കിൽ അസേർട്ട് പാസ് ആകുന്നു, ഇല്ലാന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റ് ഫെയിൽ ആകുന്നു. സെക്കൻഡ് വൺ ആണ് സോഫ്റ്റ് അസേർഷൻ. സോഫ്റ്റ് അസേർഷൻ എന്ന് പറഞ്ഞ സെയിം തന്നെ, നമ്മൾ അവിടെ 2 റിസൾട്ട്സ് തമ്മിൽ അല്ലെങ്കിൽ 2 കണ്ടീഷൻസ് തമ്മിൽ മാച്ചിങ് ആണ് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ്? ഇൻ കേസ് ആ ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു അസേർട്ട് ഫെയിൽ ആയി കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റോപ്പ് ആവത്തില്ല, റിമൈനിങ് ടെസ്റ്റും എക്സിക്യൂട്ട് ആകപ്പെടും. അതാണ് സോഫ്റ്റ് അസേർട്ടിന്റെ പ്രത്യേകത. അതിന്റെ സിന്റാക്സ് കാണിക്കുക. സോഫ്റ്റ് അസേർട്ട് ഒരു ഒബ്ജക്റ്റിൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ നമ്മൾ അത് യൂസ് ചെയ്തുകൊണ്ട് അസേർട്ട് ഈക്വൽസ് എന്ന മെത്തേഡിനെ കോൾ ചെയ്യുന്നു. ദെൻ വെരിഫൈ ചെയ്യാണ് ആ എക്സ്പെക്ട് റിസൾട്ടും ആക്ച്വൽ റിസൾട്ടും തമ്മിൽ മാച്ചിങ് ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, ദെൻ താഴെ നമ്മൾ അസേർട്ട് ഹോൾ എന്നുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണ്. അസേർട്ട് ഹോൾ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് ഓപ്ഷനാണ്, വേണമെങ്കിൽ കൊടുത്താൽ മതി. അത് കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ടെസ്റ്റിങ്ങിൻ്റെ എൻഡിൽ അത് ഫെയിൽ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അസേർട്ട് ഹോൾ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു യു അപ്ലോഡ് എ ഫയൽ യൂസിങ് സെലീനിയം വെബ് ഡ്രൈവർ. സോ അവിടെ നമുക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ സെൻഗീസ് യൂസ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. അതപ്പോൾ എങ്ങനെയാണ്? നമ്മൾ ആ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കാണുമല്ലോ, അല്ലെങ്കിൽ ബട്ടൺ അല്ലെങ്കിൽ ആ ഒരു എലമെന്റ് ഉണ്ടല്ലോ, നമുക്കത് പ്രസ് ചെയ്യുമ്പോഴായിരിക്കുമല്ലോ ഫയൽ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ആ ഒരു പോപ്പ് ഓപ്പൺ ആയി വരുന്നത്. സോ അതിനെ ലൊക്കേറ്റ് ചെയ്യുക. എന്തെങ്കിലും ഒരു ലൊക്കേറ്റർ യൂസ് ചെയ്തു. എനിക്ക് എക്സ്പാത്തിൻ്റെ എക്സാമ്പിൾ കൊടുത്തേക്കുന്നത് ലൊക്കേറ്റ് ചെയ്യുന്നു. ദെൻ നമ്മൾ അതിലോട്ട് സെൻഗീസ് കൊടുത്തുകൊണ്ട് ആ പാത്തിനെ നമുക്കൊരു പോപ്പ് വരുമല്ലോ ഇങ്ങനെ ഓപ്പൺ ആക്കാണ്ട്, അവിടെ നമ്മൾ പാത്ത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടാണല്ലോ നമ്മൾ ആ ഒരു ഫയൽ ഇപ്പം വേർഡ് ഡോക്യുമെന്റ് നമ്മൾ പിക്ക് ചെയ്യുന്നത്. സോ നമ്മൾ ആ ഒരു ഓപ്പൺ ആയിരുന്ന പോപ്പപ്പിലോട്ട് നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യും? ആ ഒരു പാത്ത് എവിടെയാണ് ഫയൽ എടുക്കുന്നത് അതിന്റെ കംപ്ലീറ്റ് പാത്ത് ഇൻക്ലൂഡിങ് ദ എക്സ്റ്റൻഷൻ, അത് മറക്കരുത്. ഇപ്പോൾ എക്സൽ ആണെങ്കിൽ എക്സലിന്റെ, വേർഡ് ആണെങ്കിൽ വേർഡിന്റെ, ഡോക്ക് ആണെങ്കിൽ ഡോക്ക്, വാട്ടവർ, PDF ആണ് PDF, ഇമേജിന്റെ JPG, PNG, വാട്ടവർ എന്ത് തന്നെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഇൻക്ലൂഡിങ് ദ എക്സ്റ്റൻഷൻ നമ്മളത് കൊടുത്തിരിക്കണം. ഓക്കെ, അതാണ് ഒരു മെത്തേഡ്. സെക്കൻഡ് വേ ഓഫ് അപ്ലോഡിങ് ഫയൽ എന്ന് പറഞ്ഞാൽ ഓട്ടോയിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്പൺ സോഴ്സ് ഓട്ടോമേഷൻ ടൂൾ, അത് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ റോബോട്ട് ക്ലാസ് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫയൽസ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും.
Next question, what's the difference between get window handle and get window handles? രണ്ടും പേര് ഒരുപോലെ തന്നെയാണ്, കാര്യം യൂസ് ഏകദേശം ഒരുപോലെയൊക്കെ തന്നെ. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഗെറ്റ് വിൻഡോ ഹാൻഡിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കറൻലി ഫോക്കസ് ചെയ്തേക്കുന്ന വിൻഡോ അല്ലെങ്കിൽ ടാബ്, ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ, അതിൻ്റെ കറൻലി ഫോക്കസ് ഉള്ള വിൻഡോ അല്ലെങ്കിൽ ടാബ് ഏതാണോ അതിനൊരു എല്ലാ ടാബിനും ഒരു വിൻഡോയ്ക്ക് ഒരു യൂണിക് ഐ ഡി ഉണ്ടായിരിക്കില്ല, ആ ഐ ഡിന് റിട്ടേൺ ചെയ്യും. അതായത് ശ്രദ്ധിക്കുക, കറൻലി ഫോക്കസ് വന്നേക്കുന്ന ഏതാണോ അതിൻ്റെ ഐ ഡി ആയിരിക്കും റിട്ടേൺ ചെയ്യുക ഇഫ് യു ആർ യൂസിങ് ഗെറ്റ് വിൻഡോ ഹാൻഡിൽ മെത്തേഡ്. ഇപ്പോൾ ഗെറ്റ് വിൻഡോ ഹാൻഡിൽസ് മെത്തേഡ് ആണെങ്കിൽ എന്ന പ്രത്യേകത, അത് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ള എല്ലാ വിൻഡോസിൻ്റെയും ആ ഐ ഡി ഉള്ള അതിനെല്ലാം ഒരു ലിസ്റ്റായിട്ട് തന്നെ റിട്ടേൺ ചെയ്തിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് പേജ് ഫാക്ടറി? സോ എന്താണ് പേജ് ഫാക്ടറി? പേജ് ഫാക്ടറി എന്ന് പറഞ്ഞാൽ പേജ് ഒബ്ജക്ട് മോഡലിൽ വരുന്ന ഒരു കോൺസെപ്റ്റാണ് പേജ് ഫാക്ടറി. അവിടെ നമ്മൾ @find by എന്നൊരു അനോട്ടേഷൻ യൂസ് ചെയ്യുന്നത് ടു ക്രിയേറ്റ് ദ പേജ് ഒബ്ജക്ട്സ്. The @find by annotation is used to locate and initialize the web elements on a web page. It is used to find web elements based on their types such as ID, name, class or CSS selector. അങ്ങനെ ഏത് ലൊക്കേറ്റർ യൂസ് ചെയ്യുകൊണ്ട് നമുക്ക് എലമെന്റ്സിന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ @find by annotation യൂസ് ചെയ്യുമ്പോഴുള്ള മെയിൻ അഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ് ലെറ്റ്സ് യു ഇനിഷ്യലൈസ് ദ പേജ് എലമെന്റ്സ് without using Selenium's find element or find elements method. ഈ find element or find elements ഉള്ള മെത്തേഡ് യൂസ് ചെയ്യാണ്ട് തന്നെ എലമെന്റ്സിനെ ലൊക്കേറ്റ് ചെയ്ത് ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റും if you are using @find by annotation. Page factory makes it is easy to create the page objects by allowing the automation developer to define the web elements more concisely. The benefits of using Page Factory include reduced code duplication, improved code readability, and improved test maintenance. By creating page objects with Page Factory, the automation developer can focus on the logic of the test rather than the implementation details of the web elements. This can help to reduce errors and make the automation code more maintainable over time. So ഇതാണ് അതിൻ്റെ ബെനിഫിറ്റ് നമ്മൾ പറയുന്നത് പേജ് ഫാക്ടറിയുടെ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ യൂസ് ഓഫ് ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ടർ ഇൻ സെലീനിയം വെബ് ഡ്രൈവർ? സോ അത് എന്താണ് ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ടർ എന്ന് പറയുക? ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ടർ ഈസ് എൻ ഇന്റർഫേസ്. അത് പലയിടത്തും നമുക്ക് തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ്. ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ക്ലാസ് ആണ് നമ്മൾ പലപ്പോഴും തെറ്റായിട്ട് പറയാറുണ്ട്, റോങ് ആയിട്ട് പറയാറുണ്ട്. സോ ശ്രദ്ധിക്കുക, ഇറ്റ്സ് എ ഇന്റർഫേസ്, ഇറ്റ്സ് എൻ ഇന്റർഫേസ്. ഓക്കെ, ദാറ്റ് ഇസ് യൂസ് ടു എക്സിക്യൂട്ട് ജാവാസ്ക്രിപ്റ്റ് വിത്ത് സെലീനിയം. നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കോഡിനെ സെലീനിയമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഇന്റർഫേസ് ആണ് ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ടർ എന്ന് പറയുന്നത്. To simplify the usage of JavaScript executor in Selenium, think of it as a medium that enables WebDriver to interact with HTML elements within the browser. നമ്മുടെ HTML കോഡിനെ വെബ് ഡ്രൈവറുമായിട്ട് കണക്ട് ചെയ്യേണ്ട ഒരു മീഡിയം ആയിട്ടാണ് ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ടർ വർക്ക് ചെയ്യുന്നത്. ഈ ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ടർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളതിൽ 3 സ്റ്റെപ്സ് ആണ് വരുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ പാക്കേജിനെ ഇമ്പോർട്ട് ചെയ്യുക. പാക്കേജിന് ഇമ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ടറിൻ്റെ കംപ്ലീറ്റ് പാക്കേജ് ഉണ്ട്, അതിനെ ഇമ്പോർട്ട് ചെയ്യുക. അതായത് org.openqa.selenium.javascript executor എന്നുള്ള ഒരു പാക്കേജിന് ഇമ്പോർട്ട് ചെയ്യുക. ദെൻ നമ്മളതിൻ്റെ റെഫറൻസ് ക്രിയേറ്റ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സോ ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ടറിൻ്റെ ഇൻ്റർഫേസിൻ്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ കോളിംഗ് ദ മെത്തേഡ്, നമ്മൾ എന്ത് മെത്തേഡാണ് വേണ്ടത് അതിനെ കോൾ ചെയ്യുക. നമ്മൾ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് എക്സിക്യൂട്ട് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. സോ അതാണ് കൊടുക്കുന്നത്. അതിൻ്റെ സിൻടാക്സ് ഒരു കോമൺ സിൻടാക്സ് കൊടുത്തേക്കുന്നത്. സോ ആ ഒബ്ജക്റ്റ് ഡോട്ട് എക്സിക്യൂട്ട് സ്ക്രിപ്റ്റ് ബ്രാക്കറ്റിനകത്ത് എന്ത് സ്ക്രിപ്റ്റാണ് വേണ്ടത് കൊടുക്കുക, കോമൺ ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്കൊരു ബട്ടണിനെ പ്രസ് ചെയ്യണമെന്ന് വെച്ചോ. സോ അതിനായിട്ട് എങ്ങനെ കൊടുക്കാം, JS.execute സ്ക്രിപ്റ്റ് ദെൻ ബ്രാക്കറ്റിനകത്ത് ഡബിൾ കോട്ട്സിൽ document get element by ID ദെൻ ബ്രാക്കറ്റിൽ എലമെൻറ്റിൻ്റെ ഐ ഡി എന്നാന്ന് വെച്ചാൽ കൊടുക്കുക. ദെൻ ഡോട്ട് ക്ലിക്ക് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ആ ബട്ടനെ പ്രസ് ചെയ്യും യൂസിങ് ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ടർ. അതാണ് എൻ്റെ പ്രോപ്പറായിട്ടൊരു ആൻസർ. Next question, if the application has minor changes, what would be your approach to modifying the automation script? നമ്മുടെ ആപ്ലിക്കേഷനിൽ ചെറിയ കുട്ടി ചേഞ്ചസ് ഉണ്ടെന്ന് വെച്ചാൽ മൈനർ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ട്. അപ്പം അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ അപ്രോച്ച് എങ്ങനെയായിരിക്കും ഓട്ടോമേഷൻ സ്ക്രിപ്റ്റിൽ? സോ നമുക്ക് അതിലൊരു കറക്റ്റായിട്ട് ഇന്ന രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ചേഞ്ച് ഇൻ ദ ആപ്ലിക്കേഷൻ ആകാം. സോ മെയിൻലി 2 ചേഞ്ചസ് ആണ് വരുന്നത്, 2 types ഓഫ് ചേഞ്ചസ്. ഒന്നെന്ന് പറഞ്ഞാൽ എലമെൻറ്റ് ലൊക്കേറ്റേഴ്സ് വരുന്ന ചേഞ്ചസ്, അതിപ്പം അവർ ആ കോഡിലൊക്കെ ചേഞ്ചസ് വരുത്തുള്ളൂ ഡെവലപ്പേഴ്സ്. അങ്ങനെ വരുത്തുമ്പോൾ എന്നാ ചെയ്യണം, നമ്മൾ ആ ഒരു പുതുതായിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള നമ്മൾ എലമെന്റ് ലൊക്കേറ്റേഴ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കോഡ് അപ്ഡേറ്റ്സ് നമ്മൾ സ്ക്രിപ്റ്റ് അപ്ഡേറ്റ് ചെയ്യുക. സെക്കൻഡ്ലി എന്ന് പറഞ്ഞാൽ ഇഫ് ദർ ആർ ചേഞ്ചസ് ഇൻ ദ ഫംഗ്ഷനാലിറ്റി ദ ലോജിക് ഓഫ് ദ സ്ക്രിപ്റ്റ് ഷുഡ് ബി മോഡിഫൈഡ് അക്കോർഡിംഗ്ലി. നമ്മളതിൻ്റെ ലോജിക്ക് തന്നെ ചേഞ്ച് ചെയ്യേണ്ടി വരുന്നു. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ ആൻസർ.
അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡു ഓട്ടോമേറ്റ് എ ടെസ്റ്റ് സിനാരിയോ വേർ യു നീഡ് ടു ചെക്ക് ഇഫ് an email is sent after user registration? യൂസർ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ഇമെയിൽ സെൻഡ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് സിനാരിയോ ഉണ്ട്. അതിനെ എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാം? സോ നമ്മൾ യൂസർ രജിസ്ട്രേഷൻ പ്രോസസ്സിനെ ഓട്ടോമേറ്റ് ചെയ്യണം. അവിടെ മെയിൻലി 2 സ്റ്റെപ്പ് വരും. ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ സ്റ്റെപ്പ്, അത് യൂസർ രജിസ്ട്രേഷൻ എന്നുള്ള പ്രോസസ്സിനെ ഓട്ടോമേറ്റ് ചെയ്യുക. അതായത് എൻ്റെ യൂസർ നെയിം, പാസ്വേഡ് അങ്ങനെയൊക്കെയുള്ള ലൊക്കേറ്റേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിനെ ഓട്ടോമേറ്റ് ചെയ്യുന്നു. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു API യൂസ് ചെയ്യേണ്ടി വരും ടു കണക്ട് the email server and verify an email is received in the inbox. ഒരു API കണക്ഷൻ യൂസ് ചെയ്യുന്നത് നമ്മളത് ചെക്ക് ചെയ്യുന്നത്. സോ ജസ്റ്റ് ആ ലോജിക്ക് പറയാം. നമ്മൾ ഒരിക്കലും അവിടെ പോയിട്ട് ഫുൾ കോഡ് ഒന്നും കാണിക്കാൻ പറ്റില്ല. ജസ്റ്റ് ഈ ലോജിക്ക് ഒന്ന് പറഞ്ഞാൽ മതി എൻ്റെ ആൻസർ ആയിട്ട്. How do you automate a scenario where you need to validate the contents of a downloaded file after clicking a button on a web page? ഒരു വെബ് പേജിൽ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഫയൽ ഡൗൺലോഡ് ആവും. then അതിൻ്റെ കോണ്ടന്റ് വെരിഫൈ ചെയ്യുക. അതങ്ങനെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും യൂസിങ് Selenium. സോ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബട്ടനെ ക്ലിക്ക് ചെയ്യുന്ന ഒരു ഇവന്റ് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ആ ഡൗൺലോഡ് ചെയ്ത ഫയൽ നമ്മൾ വെരിഫൈ ചെയ്യണം, അല്ലെങ്കിൽ വാലിഡേറ്റ് ചെയ്യണം. അത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഫയൽ എക്സ്റ്റൻഷൻ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു PDF ആണ് PDF, അല്ലെങ്കിൽ JPG ആണെങ്കിൽ അത്, അല്ലെങ്കിൽ PNG ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ടോ നമുക്ക് ഫയൽ എക്സ്റ്റൻഷൻ ചെക്ക് ചെയ്തുകൊണ്ട് വാലിഡേറ്റ് ചെയ്യാം. സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫയൽ നെയിം അവിടെ എക്സിസ്റ്റിംഗ് ഉണ്ടോ നമുക്ക്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്തതിപ്പം sample.png എന്നൊരു ഫയലാണെന്ന് വെച്ചോ. സോ sample.png എന്നുള്ള ഫയൽ നെയിം, സാമ്പിൾ എന്നുള്ള ഫയൽ നെയിം അവിടെ ഉണ്ടോ എന്ന് എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റും യൂസിങ് Selenium കോഡ്. അതിൻ്റെ ലോജിക്ക്. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ വെരിഫൈ ചെയ്യാൻ പറ്റും ആ കണ്ടന്റ് കറക്റ്റ് ആണോ എന്നുള്ളത് വാലിഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ലോജിക്ക്, എങ്ങനെയാണ് ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്, ദെൻ അങ്ങനെ വെരിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, how do you automate a scenario where you need to verify if a user is able to scroll down a web page until the footer section is visible? നമ്മളൊരു വെബ് പേജ് ഉണ്ട്, ആ വെബ് പേജിൻ്റെ ഫൂട്ടർ വിസിബിൾ ആണോ എന്നുള്ളത്, അവിടെ വരെ സ്ക്രോൾ ചെയ്ത് വിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എങ്ങനെയാണ് സെലീനിയത്തിൽ. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ടർ എന്നുള്ള ഇൻ്റർഫേസ് ആണ് യൂസ് ചെയ്യുക. ഇതിന് വേണ്ടിയിട്ട് സ്ക്രോൾ ഡൗൺ ദ പേജ്. then അവിടെ പോയിട്ട് നമുക്ക് വിസിബിലിറ്റി ഓഫ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും ആ ഫൂട്ടർ സെക്ഷൻ അത് അവിടെ വിസിബിൾ ആയിട്ടുണ്ടോ, ആ എലമെന്റ് അവിടെ വന്നിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് അതിൻ്റെ ലോജിക്ക് വരുന്നത്. Next question, a script you wrote was working fine yesterday but is failing today. How do you troubleshoot? അത് നമുക്ക് മിക്കപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. ഇന്നലെ വൈകിട്ട് വരെ വർക്ക് ചെയ്ത കോഡാണ്, പക്ഷേ ഇന്ന് നോക്കുമ്പോൾ അത് ഫെയിൽ ആവുന്നുണ്ട്. സോ ഹൗ ക്യാൻ വി ട്രബിൾ ഷൂട്ട്? അങ്ങനെ നമുക്ക് അതിനെ സോൾവ് ചെയ്യാൻ പറ്റില്ല, ട്രബിൾ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ നമ്മൾ അതിനോട് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ ചെക്ക് ചെയ്യുക. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു വെരിഫൈ അത് ചേഞ്ചസ് ഇൻ ദ ആപ്ലിക്കേഷൻ. അതായത് നമുക്ക് ഡെവലപ്പർ സൈഡിൽ നിന്ന് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വെരിഫൈ ചെയ്യുക. ഓക്കെ, സോ ഇൻ ദ കേസ് ഓഫ് എ സ്ക്രിപ്റ്റ് that was functioning correctly but is now failing, the first step is to check for changes in the application that might affect the script. The script is then debugged to address issues related to element locators or timing. Additionally, it is important to verify the correctness of the test data and environments. ഇത്ര കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. അതിന് നമ്മൾ ആപ്ലിക്കേഷൻ ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ എന്ന് വെരിഫൈ ചെയ്യുക. വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലൊക്കേറ്റേഴ്സിനൊക്കെ മാറ്റം വന്നിട്ടുണ്ടായിരിക്കുമല്ലോ, സോ അതിനെയൊക്കെ സോൾവ് ചെയ്യുക. പിന്നെ ടൈമിങ് ഇപ്പം ഒരു എന്താ പറയുക 2 സെക്കൻഡിൽ 20 സെക്കൻഡ് കൊണ്ട് ലോഡ് ചെയ്യുന്ന ഒരു എലമെന്റ് ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ ഇപ്പോൾ അത് 30 സെക്കൻഡ് വേണ്ടി വരും. സോ നമ്മൾ ടൈമിങ്സ് മാറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഡാറ്റ എൻവയോൺമെന്റ് ഒക്കെ കറക്റ്റ് ആണെന്നുള്ള വെരിഫൈ ചെയ്യുക. സോ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രബിൾ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, യുവർ ഓട്ടോമേഷൻ scripts are running slowly, how can you improve the speed? നമ്മുടെ കോഡ് എങ്ങനെ സ്പീഡ് വരുത്താൻ പറ്റും എന്നുള്ള ചോദ്യം. സോ അതിനായിട്ട് നമുക്ക് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇംപ്ലിസിറ്റ് വെയിറ്റ്സിൻ്റെ യൂസേജസ് കുറയ്ക്കുക. അതായത് നമ്മൾ ടൈമിങ് കുറേ കൊടുക്കുമല്ലോ. ഇപ്പോൾ ഒരു എലമെൻറ്റ് ഒരു 10 സെക്കൻഡ് കൊണ്ട് ലോഡ് ആവുന്നുണ്ട്, പക്ഷെ നമ്മൾ യൂസ് ചെയ്ത് ഇംപ്ലിസിറ്റ് വെയിറ്റ് ആണ്, അവിടെ നമ്മൾ 30 സെക്കൻഡ് കൊടുത്തത്. സോ എന്താ പറ്റുന്നത്, ഒരു 20 സെക്കൻഡ് എക്സ്ട്രാ അത് വെയിറ്റ് ചെയ്യാണ്. സോ അപ്പം അങ്ങനത്തെയുള്ള അനാവശ്യമായിട്ടുള്ള ഇംപ്ലിസിറ്റ് വെയിറ്റ്സ് റെഡ്യൂസ് ചെയ്യുക. അടുത്തെന്ന് പറഞ്ഞാൽ ഹെഡ്ലെസ് ബ്രൗസേഴ്സ് യൂസ് ചെയ്യുക. ഹെഡ്ലെസ് ബ്രൗസേഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ടോപ്പിക് തന്നെയാണ്. എനിക്ക് നമ്മുടെ ചാനൽ നമ്മളതിൻ്റെ ക്ലാസ് എടുത്തിട്ടില്ല, ഞാൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാം, ഹെഡ്ലെസ് ബ്രൗസേഴ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ഒരു ആർഗ്യുമെൻ്റ് ആയിട്ട് ഹെഡ്ലെസ് എന്ന് പാസ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ ക്രോം ഓപ്ഷൻസ് ഒക്കെ എടുത്തിട്ട് അപ്പം അത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ സ്പീഡ് കൂട്ടാനായിട്ട് പറ്റും. പിന്നെയെന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ടെസ്റ്റ് ഒരേ സമയം എക്സിക്യൂട്ട് ചെയ്യുക. ദാറ്റ് മീൻസ് പാരലി എക്സിക്യൂട്ട് ചെയ്യുക ടെസ്റ്റിനെ, അപ്പോൾ അതിൻ്റെ സ്പീഡ് കൂട്ടാൻ പറ്റും. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ കോഡ് ഒപ്റ്റിമൈസേഷൻ പെർഫോം ചെയ്യുക. കോഡ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഡിൻ്റെ പെർഫോമൻസ് കൂട്ടുക. ഫോർ എക്സാമ്പിൾ അനാവശ്യമായിട്ടുള്ള ഈഫ് എൽസ് കണ്ടീഷൻസ്, അനാവശ്യമായിട്ടുള്ള ലൂപ്സ്, പിന്നെ ഒത്തിരി ലെങ്തി മെത്തേഡ്സ്, ആവശ്യമില്ലാത്ത കുറേ റിട്ടേൺസ്, ഇങ്ങനെയൊക്കെ കൊടുത്തേക്കുന്ന കോഡുകളുണ്ടല്ലോ ആവശ്യമില്ലാതെ, അതിനെയൊക്കെ റിമൂവ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കോഡ് ഒപ്റ്റിമൈസേഷൻ പെർഫോം ചെയ്യാൻ പറ്റും. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഓട്ടോമേഷൻ സ്ക്രിപ്റ്റിൻ്റെ സ്പീഡ് ഒരു പരിധി വരെ കൂട്ടാനായിട്ട് പറ്റും.
അടുത്ത ക്വസ്റ്റ്യൻ, യു ആർ ആസ്ക്ഡ് ടു ഓട്ടോമേറ്റ് എ ഫംഗ്ഷനാലിറ്റി ദാറ്റ് ഇസ് നോട്ട് യെറ്റ് ഫുള്ളി ഡെവലപ്ഡ്. ഹൗ ഡു യു ഹാൻഡിൽ ദിസ്? നമ്മളോട് ഒരു കോഡ് ചെയ്യാൻ, ഒരു ആപ്ലിക്കേഷൻ ഓട്ടോമേറ്റ് ചെയ്യാൻ പറയുകയാണ്, പക്ഷേ ആ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ അത് ചെയ്യാനായിട്ട് പറ്റും? അവിടെയാണ് സ്റ്റെപ്സിൻ്റെയും അതുപോലെ മോക്സിൻ്റെയും ആവശ്യം വരുന്നത് അല്ലേ. സ്റ്റബ് മോക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റബ് മോക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു അതിൻ്റെ ടോപ്പ് ഡൗൺ അപ്രോച്ചും ബോട്ടം ഡൗൺ അപ്രോച്ചും ഉണ്ട്. ടോപ്പ് ഡൗണും ബോട്ടം അപ്പ് അപ്രോച്ചും കറക്റ്റായി പറഞ്ഞു, ശരിയാണ്. ഓക്കെ, സോ ഈ അപ്രോച്ചസ് ഉണ്ട്. അതായത് ഇപ്പം ഒരു ആപ്ലിക്കേഷൻ്റെ ഹൈ ലെവൽ മൊഡ്യൂൾസ് ഒന്നും ഡെവലപ്പ് ആയിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ബോട്ടം ലെവൽ മൊഡ്യൂൾസ് ഡെവലപ്പ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അപ്രോച്ചസ് യൂസ് ചെയ്യാം. സോ സ്റ്റബും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ചില ഡമ്മി, നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞ ഡമ്മി ഒബ്ജക്ട്സിനെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ആപ്ലിക്കേഷനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഈവൻ അത് കംപ്ലീറ്റ്ലി ഡെവലപ്പ് ആയിട്ടില്ലാത്തൊരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ കൂടെ. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ ഫ്രെയിംവർക്ക് യു ഹാവ് ഡൺ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു എക്സ്പീരിയൻസ് പ്രൊഫഷണലിനോട് മാൻഡേറ്ററി ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള, ഒരു 90% ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ ഫ്രെയിംവർക്ക് യു ഹാവ് ഡൺ എന്നുള്ളത്. ഇതിൻ്റെ ആൻസർ ഞാൻ വീണ്ടും പറയുന്നില്ല, കാരണം ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ലിങ്ക് ഒന്നും കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. സോ നിങ്ങൾ ആ ആൻസർ അതുപോലെ തന്നെ പഠിച്ച് പറയാൻ ശ്രമിക്കുക. ആ ആൻസർ അതുപോലെ തന്നെ പഠിച്ച് പറയാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞേക്കുന്ന ആ ഒരു സാമ്പിൾ ഉണ്ടല്ലോ, അത് അതേപടി ബൈഹാർട്ട് ചെയ്യാനല്ല, ആ രീതികൾ എന്തൊക്കെയാണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ട പോയിന്റ്സ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ചെയ്ത ആപ്ലിക്കേഷനുമായി കണക്ട് ചെയ്തിട്ട് അതിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾ പറയാനായിട്ട് പഠിക്കുക. അപ്പം നമ്മൾ ഒരു 5-6 വട്ടം പറഞ്ഞ് നന്നായിട്ടത് എക്സ്പ്ലെയിൻ ചെയ്ത് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്കിതിന് ആൻസർ ചെയ്യാൻ പറ്റൂ. ഈ ഒരു ആൻസർ പ്രോപ്പറായിട്ട് പറയുമെങ്കിലുണ്ടല്ലോ ഒരുവിധം നമുക്ക് ആ ഇൻ്റർവ്യൂ ഒന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം ഈ ഒരു ആൻസറിൽ നിന്ന് ആ ഒരു ഇൻ്റർവ്യൂവർക്ക് മനസ്സിലാകും ഈ ആൾ ഒരു ഫ്രെയിം വർക്ക് ചെയ്തിട്ടുണ്ടോ, ഇതിനെക്കുറിച്ച് അത്യാവശ്യം ബോധമൊക്കെ ഉള്ള ഒരാളാണെന്നും അറിയാനായിട്ട് പറ്റും. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ആൻസർ. ഓക്കെ, അപ്പം ഞാൻ കരുതുന്നു ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്നുള്ളത്. പിന്നെ ഇതേ ക്വസ്റ്റ്യൻസിൻ്റെ വരണമെന്നില്ല, പക്ഷേ ഞാൻ ഈ ഓരോ ക്വസ്റ്റ്യൻ ഓരോ ടോപ്പിക്സ് ആണല്ലോ വരുന്നത്. സോ ആ ടോപ്പിക്സ് എല്ലാം നിങ്ങൾ തറവായിട്ട് പഠിക്കുക. പിന്നെ എക്സ്പീരിയൻസ് ആയ ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് കുറേ ഡിഫറൻസസ് അങ്ങോട്ടും ഇങ്ങോട്ടും ബൈഹാർട്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളൊരു റിയൽ ടൈം എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ അവർക്കത് കുറച്ചും കൂടെ നിങ്ങളുടെ പോയിന്റ്സ് കൂട്ടാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ രീതി പറയാൻ വേണ്ടി ശ്രമിക്കുക എപ്പോഴും. ഓക്കെ, അപ്പോൾ ഇൻ്റർവ്യൂ ട്രൈ ചെയ്യുന്നവർക്ക് ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് അറിയിക്കുക കേട്ടോ. പിന്നെ നമുക്ക് ജാവ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇൻ്റർവ്യൂവിന് വരുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വേറെ ചെയ്യാം. ഇപ്പം ജസ്റ്റ് സെലിനെ മാത്രമേ ചെയ്യുന്നുള്ളൂ. മാനുവൽ ടെസ്റ്റിങ്ങിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കുക, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് നോക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.